ഉറപ്പാണ് നിങ്ങൾ ഈ രീതിയിലാണ് ഭഗവാന് വ്രതമനുഷ്ഠിച്ച് കൂവളത്തില സമർപ്പിക്കുന്നതെങ്കിൽ നീതിയുക്തമായ ശരിയായ ഏതാഗ്രഹവും നിങ്ങളുടെ സാധിച്ചിരിക്കും. അത് ഉറപ്പാണ്. എല്ലാവർക്കും നമസ്തേ. മഹാശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് മഹാശിവരാത്രി ആചരിക്കുന്നത്. ഈ വർഷം 2026 ഫെബ്രുവരി 15 മഹാശിവരാത്രി എത്തിയിരിക്കുന്നത്. ഈ ഒരു ചെറിയ വീഡിയോയിൽ മഹാശിവരാത്രിയുടെ ഐതിഹ്യത്തെക്കുറിച്ചും വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചും ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. ശിവം എന്നാൽ മംഗളകരം എന്നർത്ഥം. പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ ശിവൻ ശരീരത്തിലെ ജീവനും ശ്രീ പാർവതി ദേവി ബലവുമായി കണക്കാക്കപ്പെടുന്നു. നിത്യവും ശിവാരാധന ചെയ്യുന്ന ഭക്തൻ മരണാനന്തരം ശിവനായി തീരുന്നുവെന്നും കൈലാസത്തിൽ ശിവഭഗവാനിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് വിശ്വാസം. പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂടവിഷം ലോകത്തിലെ സകല ചരാചരങ്ങളുടെയും രക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ ഖണ്ഡത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം ഖണ്ഡത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ ശ്രീ പാർവതി ദേവിയും മറ്റു ദേവീദേവന്മാരും ഉറക്കമിളച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത്. മഹാശിവരാത്രി വ്രതം ആരംഭിക്കുന്നത് പ്രദോഷ ദിവസമായ ഫെബ്രുവരി 14 അന്നേ ദിവസം രാവിലെ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിൽ പോവുകയും പരമാവധി 108 നമഃശിവായ ജപിക്കുകയും വേണം. ഈ 3 ദിവസം നമ്മൾ ലഘുവായ ഭക്ഷണം വേണം കഴിക്കാൻ. സാത്വികമായ ആഹാരം മാത്രം സ്വീകരിക്കുക. ഇനി പ്രദോഷ ദിവസമായ അന്ന് വൈകുന്നേരം സന്ധ്യാവന്ദനം നടത്തി നമഃശിവായ ജപിക്കുക. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യണം. മഹാശിവരാത്രി ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ശുദ്ധിയായി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രമായ നമഃശിവായ ജപിക്കുക. ഇനി അടുത്തൊരു ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ രാവിലെ നടക്കുന്ന ധാര, അത് ക്ഷീരധാരയാവാം ജലധാരയാവാം, അത് അവിടെ നിന്ന് ദർശിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. ആ ധാര അവിടെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ ശിരസിലേക്കും കൂടിയാണ് പകരുന്നതെന്ന് നമ്മൾ സങ്കല്പിക്കുക. സങ്കല്പം പ്രധാനം. നമ്മുടെ ഉള്ളിലെ സകലവിധ ദുഃഖങ്ങളെയും നെഗറ്റീവ് ചിന്തകളെയും എല്ലാം കഴുകിക്കളയുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ശുദ്ധിയാകുന്നതായി സങ്കല്പം കൊടുക്കുക. മഹാശിവരാത്രി സന്ധ്യയിൽ പ്രധാന ചടങ്ങായ ക്ഷേത്രത്തിലെ പ്രദക്ഷിണം വയ്ക്കൽ. അതിനായി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആ ക്ഷേത്രം ഒരു കൈലാസമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് 108 കൂവളത്തില സുലഭമായി കിട്ടുന്നവർ 108 കൂവളത്തിലെടുക്കുക. ഓരോ കൂവളത്തിലായി നമ്മൾ 108 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക. ഓരോ കൂവളത്തിലായി അങ്ങനെ 108 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ആ 108 കൂവളത്തില ഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നീതിയുക്തമായ ഒരു കാര്യം നടന്നിരിക്കും. അത് ഉറപ്പാണ്. ഉറക്കമിളച്ചിരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നേ ദിവസം ഭൂമിയിലെ പ്രകൃതിദത്തമായ ഒരു ഊർജപ്രവാഹം അത് പ്രയോജനപ്പെടുത്താനാണ് ശിവരാത്രി നാളിൽ നട്ടെല്ല് നിവർത്തിയിരുന്ന് ഉറക്കമിളയ്ക്കാൻ പറയുന്നത്. ആത്മീയമായ ഉണർവുണ്ടാകാൻ സഹായിക്കുന്നു ഇത്. ശൈത്യകാലം അവസാനിച്ച് വസന്തകാലം ആരംഭിക്കുന്ന ഈ സമയത്ത് പ്രകൃതിയിലും മനുഷ്യ ശരീരത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഓരോ ഭക്തൻ്റെയും ശാരീരിക സ്ഥിതി അറിഞ്ഞു വേണം വ്രതം അനുഷ്ഠിക്കാൻ. ശിവരാത്രി നാളിൽ മുഴുവൻ സമയവും ഉറക്കമിളയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ 12 മണി വരെയെങ്കിലും ഉറക്കമിളച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അത് അരശിവരാത്രിക്ക് തുല്യം. ശിവരാത്രിയുടെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ
കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിൽ പോയി തീർത്ഥജലം സേവിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അല്പം തുളസിയില ഞെരടി ആ വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട. അവർ വീട്ടിൽ ഇരുന്ന് ശുദ്ധിയായി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രമായ നമഃശിവായ ജപിച്ചുകൊണ്ടിരിക്കുക. അത് മതി. എല്ലാവർക്കും മഹാദേവൻ്റെയും ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.